എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ നമ്മുടെയൊക്കെ കൂട്ടുകാർ ചിലപ്പോൾ നമ്മുടെ അടുത്തൊക്കെ വരും. അതുപോലെ ഒരു സുഹൃത്ത് ഒരു ഫോൺ റിപ്പയർ ചെയ്യുന്ന തൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് ഈ ഫോൺ കൊടുത്തു. അയാളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് ആ ഫോണൊക്കെ റെഡിയാക്കി തന്നു. അപ്പോൾ അയാൾ ചോദിച്ചു എത്രയായി തുക എന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു വേണ്ട, ഇത് കുറച്ച് സമയത്തെ പണിയല്ലേ ഉണ്ടായുള്ളൂ, അതുകൊണ്ട് പൈസയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ സുഹൃത്ത് നിർബന്ധിച്ചു, അത് ശരിയാവില്ല, നീ ജോലി ചെയ്തതിന് നീ എന്തായാലും പണം വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സുഹൃത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ആത്മാവിന് നന്മയ്ക്കായിട്ടെങ്കിലും ഈ ഒരു കാര്യം ചെയ്യാൻ നീ എനിക്ക് സന്മതി തരികയില്ലേ എന്ന് ചോദിച്ചു. സത്യത്തിൽ ആരാണ് ഭാഗ്യവാന്മാർ? നമ്മളൊക്കെ വിചാരിക്കും കൊടുക്കുന്നത് നഷ്ടവും കിട്ടുന്നത് ലാഭവുമെന്നാണ്. സത്യത്തിൽ കൊടുക്കുന്ന ആളല്ലേ യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ. കാരണം അയാൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണ് അയാൾക്ക് കൊടുക്കാൻ കഴിയുന്നത്. ആ കൊടുക്കുമ്പോൾ അടങ്ങിയിരിക്കുന്ന നന്മ നമ്മുടെ മനസ്സിനും തലച്ചോറിനുമൊക്കെ സംതൃപ്തിയുടെ തലങ്ങൾ ഉയർത്തുന്നു എന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇനി കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖത്തിനായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. അതിനായി ജഗദീശ്വരൻ നിങ്ങൾക്കെല്ലാം നല്ലത് കൊടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ നന്മകൾ ലഭിക്കാനും ജഗദീശ്വരൻ ഇടവരുത്തട്ടെ എന്ന ശുഭചിന്തയോടുകൂടി നിർത്തുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.